നമ്മൾ പോലും ഇറങ്ങാൻ പേടിക്കുന്ന സ്ഥലമാണ്. ഇവിടെ മുങ്ങൽ വിദഗ്ധന്മാർ, ഇവിടെ ഒരു 10-400ഓളം മുങ്ങൽ വിദഗ്ധന്മാരുണ്ട്. അവർ പോലും ഈ സമയത്ത് ഇവിടെ ഇറങ്ങൂല. ഇതെല്ലാം പരിചയസമ്പന്നായ അവർ പോലും ഈ സമയത്ത് ഇവിടെ ഇറങ്ങൂല. ഏറ്റവും വലിയ ഡൈവേഴ്സന്മാർ ഇവിടെ കിടക്കുകയാണ് നമ്മളെ നാട്ടുകാർ. അപകടം പതിയിരിക്കുന്ന മേഖലയാണ് വിഴിഞ്ഞം കടലിലെ ഈ പ്രദേശം. സൗന്ദര്യം നിറഞ്ഞ പാറക്കെട്ടുകൾ സെൽഫി എടുക്കുന്നതിലേക്ക് എപ്പോഴും ആകർഷിക്കുമെങ്കിലും അവിടെ എത്തിയാൽ അപകടം ഉറപ്പാണ്. ഏത് നിമിഷവും തിരമാലകളുടെ ശക്തി മാറിമറിയുന്ന പ്രദേശം. കടലിലെ ചുഴികളും ശക്തമായ അടിയൊഴുക്കുമുള്ള സ്ഥലമാണിവിടം. കടൽ പണിക്ക് പോകുന്നവർ പോലും വലിയ ഭീതിയോടെയാണ് ഇതിലൂടെ വള്ളവുമായി പോകുന്നത് പോലും. ഇവിടത്തെ അപകടത്തെക്കുറിച്ച് ടൂറിസ്റ്റുകളോട് നാട്ടുകാർ നിരന്തരം പറയുമെങ്കിലും പലപ്പോഴും മുഖവിലക്കെടുക്കാതെ പോകുന്നതാണ് അപകടത്തിനിടയാക്കുന്നതെന്നും നാട്ടുകാർ പറയുന്നു. ഏകദേശം 2-3 വർഷങ്ങൾക്ക് ശേഷം ഇടയിൽ വെച്ച് തന്നെ ഏകദേശം 4-5 ചെറുപ്പക്കാർ മുങ്ങിപ്പോകുന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അതായത് ഇവിടുത്തെ അവസ്ഥകൾ പുറമേ നിന്ന് വരുന്നവർക്ക് ഇവിടുത്തെ അപകടം അറിയാത്തത് കൊണ്ടാണ് ഇവർ ഇതിൻ്റെ ഈ ബാരിക്കേഡുകളോ ഈ ലൈനുകളോ ക്രോസ് ചെയ്തിട്ട് ഇവിടെയുള്ള പ്രദേശവാസികളുടെ അനുവാദം അല്ലെങ്കിൽ അവരുടെ പ്രതിഷേധങ്ങളെ അവഗണിച്ചിട്ടാണ് ഇവർ ഇതിലേക്ക് ഇറങ്ങിച്ചെല്ലുകയും ഇതുമൂലമാണ് അപകടങ്ങൾ ഉണ്ടാകുന്നത്. രാത്രികാലങ്ങളിൽ കയറാൻ പാടില്ല, സെക്യൂരിറ്റി സംവിധാനങ്ങൾ ഇവിടെ ഉണ്ട്. ഇതെല്ലാം പറഞ്ഞാലും നമ്മൾ വരുന്ന കസ്റ്റമർ അത് വരുന്നവർ അത് ചോദിക്കില്ല, അങ്ങ് ഇറങ്ങിപ്പോകും. അത് ഏറ്റവും വലിയ അപകട മേഖലയാണിത്. ഈ ഏറ്റവും വലിയൊരു ചുഴിയാണിത്. ഈ സമയത്ത് നാട്ടുകാർ പോലും മുങ്ങൽ വിദഗ്ധന്മാർ പോലും ഇതിലേക്ക് പോകില്ല, പണിക്ക് പോകില്ല. ആ കണ്ടീഷനിലാണ് ഇവർ രാത്രി 2 മണിക്ക് വന്നിട്ട് ചിലർ ഇറങ്ങിപ്പോയി ഇങ്ങനെ പല പല അപകടങ്ങളും ഇവിടെ വിളിച്ചു വരുത്തുകയാണ്. ചെറുപ്പക്കാരാണ് എല്ലാവരും, നല്ല പ്രായമുള്ള ചെറുപ്പക്കാർ, നല്ല ജോലിക്കാരുമാണ്, എല്ലാം ഉദ്യോഗസ്ഥന്മാരാണ്. ഇപ്പോൾ പോയത് ഒരു ഡോക്ടറാണ്. നേരത്തെ എയർഫോഴ്സിൻ്റെ ഉദ്യോഗസ്ഥനാണ് പോയത്. അത് മൂന്നിൻ്റെ അന്നാണ് ആ മേഖലയിൽ നിന്ന് കിട്ടിയത്, ലൈറ്റ് ഹൗസിൻ്റെ ആ ഭാഗത്തുനിന്ന് കിട്ടിയത്. ഇതിപ്പോൾ 2 കൊല്ലം കൊണ്ട് ഇപ്പോൾ ഇത് 3ാമത്തെ ഇതാണ്. ഇപ്പോൾ ഇവിടെ 3ാമത്തത്. അവിടെ ഒരെണ്ണം പോയി ഇതുവരെ കിട്ടിയില്ല. വരുന്നവരുടെ അടുത്ത് നാട്ടുകാർ ഇവിടെ ആൾക്കാർ ഒരുപാട് ഈ പള്ളിയുടെ പരിസരങ്ങളിൽ ഇരുന്നിട്ട് പറയും അത് അപകടമാണ്, അങ്ങ് പോകല്ലേ എന്ന് പറഞ്ഞാൽ ആരും കേൾക്കില്ല. പിന്നെ ഇവിടെ സെക്യൂരിറ്റി സംവിധാനമുണ്ട്. ചിലപ്പോൾ അവർ ഭക്ഷണം കഴിക്കാൻ വേണ്ടി പോകായിരിക്കും. ആ സമയങ്ങളിലാണ് ഈ സംവിധാനങ്ങൾ ചെയ്യണം. ഇത്രയും അപകടങ്ങൾ നമ്മൾ വിളിച്ചു വരുത്തുന്നത്. കാരണം നമ്മൾ ഏതൊരു ചെറുപ്പക്കാരോടത്തും നമ്മൾ കൃത്യമായി പറയാനുള്ളത്, ഒരു നാട്ടിലേക്ക് പോകുമ്പോൾ അല്ലെങ്കിൽ ആ ഒരു നാട്ടിലെ വെള്ളത്തിലോ കനാലിലോ കായലിലോ കടലിലോ ഇറങ്ങുമ്പോൾ അവിടുത്തെ സാഹചര്യങ്ങൾ അറിയാതെ ഒരു കാരണവശാലും കാല് നനയ്ക്കാനോ ഇറങ്ങാനോ പാടില്ല. അവിടെയുള്ള പ്രദേശവാസികൾ എന്തെങ്കിലും അപകട സൂചന നൽകിയാൽ അതിനെ അനുകൂലിക്കുക അല്ലെങ്കിൽ കേൾക്കുക ചെയ്യേണ്ടതിന് പകരം അതിനെ പ്രതിരോധിക്കുക അല്ലെങ്കിൽ അവഗണിക്കുക ചെയ്തത് മൂലം ഇറങ്ങുന്നത് കൊണ്ട് മാത്രമാണ് ഇന്നലെ ഉൾപ്പെടെ ഏകദേശം 7-8 ചെറുപ്പക്കാർ ഇവിടെ അവരുടെ ജീവൻ നഷ്ടപ്പെട്ടു എന്നാണ് പറയപ്പെടുന്നത്. ഇവിടെ സ്ഥലങ്ങൾ കാണാൻ വേണ്ടിയിട്ട് സന്തോഷത്തോടു കൂടി വന്നവരാണ് ഇന്ന് ഏറ്റവും അതിയായ ദുഃഖത്തിലേക്ക് പോകുന്നൊരു സാഹചര്യം ഉണ്ടായത്. കാരണം ഇവിടെ കപ്പലിൻ്റെ വെയിറ്റ് നോക്കാൻ വേണ്ടിയിട്ട് നിർമ്മിച്ചിട്ടുള്ളൊരു സംഭവമാണ് ഈ ആ ഒരു നിർമ്മിതി. ആ നിർമ്മിതിയിലേക്ക് അകത്തേക്ക് പോകരുത് എന്നുള്ളത് അവിടെ ചങ്ങല കൊണ്ട് ബന്ധിച്ചിട്ടുണ്ട്. മറ്റ് ബോർഡുകൾ അവിടെ ഉണ്ട് താനും. ഇന്നിപ്പോൾ ആ ബോർഡുകൾ നശിച്ചു പോയതാണ് കാരണം. നമുക്ക് ഇത് ഏറ്റവും വലിയ അപകടപ്പെടും. ഈ മൺസൂണിൽ നമ്മളെ മുങ്ങൽ വിദഗ്ധന്മാർ പോലും ഇറങ്ങൂല. ഇറങ്ങാത്ത സാഹചര്യത്തിലുള്ള സ്ഥലമാണ്. അപ്പോൾ അത് പിന്നെയും വരുന്ന ആളുകളും അത് മനസ്സിലാക്കി വേണം ഇവിടെ പെരുമാറാൻ വേണ്ടി. നാട്ടുകാരുടെയും സെക്യൂരിറ്റിയുടെയും കണ്ണു വെട്ടിച്ച് ഈ പാറയിലേക്ക് ഇറങ്ങുന്നവരോട് നാട്ടുകാർ കണ്ടാൽ പറയുന്നത് ഇതിൽ നിന്നും കയറിപ്പോകണമെന്നാണ്. പക്ഷേ പലരും അത് ലംഘിച്ചുകൊണ്ട് പോകുമ്പോഴാണ് അപകടം വിളിച്ചു വരുത്തുന്നത്. ഈ മേഖലയിലെ വർഷങ്ങൾക്ക് മുമ്പ് കടലിനെ നല്ലതുപോലെ അറിയാവുന്ന ഒരു വ്യക്തിത്വമാണ് നമ്മളോട് ഇന്ന് ചർച്ചയ്ക്ക് നിൽക്കുന്നത്. എത്ര വർഷം കടൽ പണിയുമായിട്ട്? നമ്മൾ പൊതു കടൽ പണിക്കാർ തന്നെ. ഇപ്പോൾ കുറച്ച് കൊല്ലം കൊണ്ട് പോകണില്ല, എങ്കിലും ഇവിടെ തന്നെ കടലുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് തന്നെ ജീവിക്കണം. നമ്മൾ മത്സ്യത്തൊഴിലാളികൾ തന്നെ, മത്സ്യത്തൊഴിലാളി വിഭാഗത്തിൽപ്പെട്ടത് തന്നെ, നമ്മളിവിടെ കടലുമായിട്ട് ബന്ധമുള്ള ആൾ തന്നെ. ഇത് ഈ മേഖലയിലെന്ന് പറഞ്ഞാൽ രാത്രി 2 മണി കഴിഞ്ഞാൽ ഇവിടെ ആരുമില്ല. അപ്പോൾ ഇതേപോലെ ഇവർ കാണാൻ വേണ്ടി വരുന്നവർക്ക് കണ്ടുപോകാമെന്നുള്ള സൗകര്യം ഇവിടെ ഉണ്ട്. പക്ഷേ ഈ പാറപ്പുറത്ത് ഇറങ്ങേണ്ട ഒരു കാര്യവുമില്ല. രാത്രി ലൈറ്റിൻ്റെ അപാകത ഏറ്റവും വളരെ കുറവാണ്. ഈ മേഖലയിൽ ലൈറ്റ് കുറവാണ്. അപ്പോൾ കടലിൽ ഇറങ്ങിക്കഴിഞ്ഞാൽ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ ആരും അറിയില്ല.
കൂടെ നിൽക്കുന്നവർ പറഞ്ഞാലേ നാട്ടുകാർ. ഈ രാത്രി 2-4 മണിക്ക് നടന്ന സംഭവം വെളുപ്പിലെ പള്ളിയിൽ വരുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. 2-3 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷമാണ് നമ്മൾ അറിയുന്നത് ഇങ്ങനെ ഒരു അപകടം ഇവിടെ നടന്നു എന്നുള്ളത്. ഓരോ ജീവനും വിലപ്പെട്ടതാണ്, പക്ഷേ ചില അശ്രദ്ധകളാണ് പല അപകടങ്ങൾക്കും കാരണമാണ്. ഇപ്പോൾ കടൽ മൺസൂണാണ്. കടൽ അടിത്തട്ട് മുതൽ മേൽത്തട്ട് വരെ ഇളവുന്ന സമയമാണ്. കടൽ ആഞ്ഞു വീശിക്കൊണ്ടിരിക്കുന്ന സമയമാണ് ഈ സമയം. അതിൽ വേറെ ഒന്നും ആരും നാട്ടുകാർ പോലും കടലിൽ ഇറങ്ങാൻ മടിച്ചുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇന്ന് 4 ദിവസമായി പണിക്ക് പോകാൻ എല്ലാവരും ഇതാ കുത്തിയിരിക്കും. കാറ്റ് അന്തരീക്ഷം മോശമായാൽ നാട്ടുകാരും കടലിൽ ഇറങ്ങുന്നില്ല. ആ സമയത്താണ് ഇവർക്ക് വന്നിരിക്കാനുള്ള സംവിധാനങ്ങൾ ഇവിടെ ചെറുതായിട്ടുണ്ട്. വലിയ സംവിധാനങ്ങളില്ലെങ്കിലും ചെറിയ സംവിധാനവും ആസ്വദിക്കാൻ നല്ല കടൽ കാറ്റും എല്ലാം ഉണ്ട്. പക്ഷെ എന്നിട്ടും അതിനെ മീറിയാണ് നമ്മൾ സെൽഫി എടുക്കാൻ കാര്യങ്ങൾ. പാറയിൽ പോയി തന്നെ എടുക്കണമെന്നുള്ള ചിന്ത വരുമ്പോൾ പാറ തന്നെ എടുക്കും. നമ്മൾ വേറെ ഒന്നും ചെയ്യില്ല, പാറ തന്നെ നമ്മൾ എടുക്കും. ഈ കടലിലെ ചുഴികൾ ഒരുപാടുണ്ടല്ലോ ഈ പാറയ്ക്ക്. മൊത്തത്തിൽ എല്ലാം ചുഴിയും ഓവുകളുമാണ്. പക്ഷേ നമ്മൾ വീണ് കഴിഞ്ഞാൽ എവിടെയാണെന്നുള്ളത് പടച്ചവന് മാത്രമേ അറിയാൻ പറ്റൂ, എപ്പോഴാണെന്നുള്ളത്. അത്രയ്ക്ക് ചുഴിയുള്ള ഭാഗമാണ്. ഇതെല്ലാം ചുഴികളാണ്. ഇത് കംപ്ലീറ്റ് ചുഴികളാണ്. ഇത് വീണ് കഴിഞ്ഞാൽ ചുറ്റിയെടുത്ത് അങ്ങ് താഴെ കൊണ്ടു. ഇത് പിടിച്ചു നിൽക്കാൻ പറ്റുന്നത് മുങ്ങൽ വിദഗ്ധന്മാർ അവരെ ശ്വാസം കൊണ്ട് പിടിച്ചു നിൽക്കുന്നതാണ് ഇത്രയും കാലം കൊണ്ട് പോണത്. അല്ലാതെ ആരെയും കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. സാധാരണ ഒരു വ്യക്തിയെ കൊണ്ട് കടലിൽ വീണാൽ അവരെ കൊണ്ട് പിടിച്ചു നിൽക്കാൻ പറ്റില്ല. പക്ഷേ ഈ മുങ്ങൽ വിദഗ്ധന്മാരെന്ന് പറഞ്ഞാൽ അവർ നീന്തി ശീലമുണ്ട്, അവർക്ക് ശ്വാസം പിടിച്ച് ശീലമുണ്ട്. അവർ ശ്വാസം പിടിച്ച് നിൽക്കുന്നത് കൊണ്ടാണ് അവർ എവിടെയെങ്കിലും വീണാൽ അത് പിടിച്ച് അപ്പുറത്ത് അതിനെ തരണം ചെയ്ത് മാറി കയറുന്നത്. ഏറ്റവും ആഴം കൂടിയ മേഖലയാണ് വിഴിഞ്ഞം കടൽ തീരം. അതുകൊണ്ടാണ് ഇൻ്റർനാഷണൽ സീപോർട്ട് വരെ വന്നത്. ഇവിടെ അടിയൊഴുക്കുകൾ, അതിശക്തമായ അടിയൊഴുക്കുകൾ ഉള്ള ഒരു മേഖലയാണ്. ഏതൊരു കഴിവുള്ള ഒരു മനുഷ്യനെ താഴെ ഇറങ്ങുമ്പോഴേക്കും അടിയൊഴുക്കിലേക്ക് വലിച്ചു കൊണ്ടുപോകുന്ന, ചുഴിയിലേക്ക് കൊണ്ടുപോകുന്ന ഒരു മേഖല കൂടെയാണ്. കാരണം ഒരുപാട് പാറകളാണ്, ഒരുപാട് അപകടം നിറഞ്ഞ കുഴികൾ അതിൻ്റെ അകത്തുണ്ട്. കടലിൽ എടുത്തിട്ട് പോവുകയും കുഴിയിലേക്ക് കൊണ്ട് വയ്ക്കുകയും ചെയ്താൽ ആ മനുഷ്യന് ഒരു കാരണവശാലും പുറത്തു വരാത്തൊരു സാഹചര്യം ഉണ്ടാകും. അങ്ങനെയാണ് പലരുടെയും ജീവൻ നഷ്ടപ്പെടുന്നത്. കാരണം ഒരുപാട് പേരുടെ ജീവൻ നഷ്ടപ്പെടുകയും അവർ 3 ദിവസം 4 ദിവസം കഴിഞ്ഞിട്ടാണ് കിട്ടിയിട്ടുള്ളത്. കാരണം പെട്ടെന്ന് ഊരിയെടുക്കാൻ പറ്റൂല. ഏകദേശം ഇത്രയേറെ പാറക്കെട്ടുകൾ നിറഞ്ഞ അതിശക്തമായ തിരമാലകൾ വരുന്ന ഒരു മേഖല കൂടെ ആയതുകൊണ്ട് ഈ വരുന്ന ചെറുപ്പക്കാർ, വരുന്ന യുവാക്കൾ ഒരു കാരണവശാലും നിങ്ങളുടെ ജീവനെ ബലി അർപ്പിക്കാത്ത രൂപത്തിലേക്ക് നിങ്ങളുടെ സുരക്ഷ മുൻകരുതലുകൾ എടുത്തുകൊണ്ട് മുകളിൽ നിന്ന് കടൽ കാഴ്ചകൾ കാണുകയും ഒരു കാരണവശാലും അധികാരികളുടെയും നാട്ടുകാരുടെയും വാക്കുകളെ അവഗണിച്ചുകൊണ്ട് കടലിലേക്ക് ഇറങ്ങരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഇതിനോടൊക്കെ ഇവിടെ എത്ര മരണം സംഭവിച്ചു? ഏകദേശം 7 or 8 എന്ന് പറയപ്പെടുന്നു. കാരണം എല്ലാവരും വിദ്യാസമ്പന്നരായിട്ടുള്ള ചെറുപ്പക്കാരാണ്. നിങ്ങൾ വരുമ്പോൾ നിങ്ങളുടെ സുരക്ഷ, നിങ്ങളുടെ കുടുംബത്തിൻ്റെ സുരക്ഷ ഒക്കെ മുൻകരുതലെടുത്തുകൊണ്ട് ഒരു കാരണവശാലും ഈ അപകടങ്ങളിലേക്ക് ഇറങ്ങിത്തിരിക്കരുതെന്ന് മാത്രമേ നമുക്ക് പറയാനുള്ളൂ. ഈ പ്രദേശവാസി എന്ന നിലയ്ക്ക് ഇവിടെ വരുന്ന ടൂറിസ്റ്റുകളോട് ഇവിടുത്തെ അപകടത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് പറയാനുള്ളത്? പ്രദേശവാസി എന്നുള്ള ഇതിൽ നമ്മൾ പറയണമെന്ന് വെച്ചാൽ ഇവിടെ കാണാൻ ഒരുപാട് കാഴ്ചകളുണ്ട്. രാജ്യാന്തര തുറമുഖം, കണ്ടെയ്നർ തുറമുഖമുണ്ട്, വിഴിഞ്ഞം മുഹീദ്ദീൻ പള്ളിയുണ്ട്, ലൈറ്റ് ഹൗസ് ഉണ്ട്. ഇതെല്ലാം ഇവിടെ നിൽക്കുമ്പോൾ എല്ലാം കാണാം. പക്ഷെ എല്ലാം കണ്ട് ആസ്വദിച്ച് പോകണതല്ലാതെ കടലിൻ്റെ പാറയിലോട്ട് ഇറങ്ങാനും താഴോട്ട് മറ്റുള്ള ആൾക്കാരെ വാക്ക് കേട്ട് താഴോട്ട് ഇറങ്ങാതെ നിന്ന് കുടുംബത്തോടുകൂടി വന്ന് സന്തോഷിച്ച് പോകണതല്ലാതെ അപകടത്തിലേക്ക് ചാടാൻ പാടില്ല. ഇത് തന്നെ നമുക്ക് നാട്ടുകാരായ നമുക്ക് പറയാം. ഒരു കാരണവശാലും പാറപ്പുറത്ത് കയറാൻ പാടില്ല. പാറപ്പുറത്ത് കയറുകയോ വെള്ളത്തിൽ കാല് നനയ്ക്കാനോ ശ്രമിക്കില്ല ഇവിടെ അല്ല അല്ലേ? കാല് നനയ്ക്കാം, വെള്ളത്തിൽ കാല് നനയ്ക്കാം. താഴെ പോയ കാല് സുഖമായിട്ട് നനയ്ക്കാം. അവിടെ നിന്ന് ഫിഷിംഗ് വഞ്ചികളൊക്കെ ഉണ്ട്, അവിടെ നോക്കി നിന്ന് വെള്ളത്തിൽ കാല് നനയ്ക്കാനോ പിടിക്കാനോ ഒക്കെ ചെയ്യാം. അവിടെ വലിയ കടൽക്ഷോഭം ഇല്ലാത്ത സ്ഥലം. മണലിൽ പോയി നിന്ന് കാല് നനയ്ക്കാം, കൊച്ചുമക്കളെ കൊണ്ട് നിർത്താൻ വേറെ കുഴപ്പമില്ല. അവിടെ വലിയ അപകടമില്ലാത്ത മേഖലയാണ്. അല്ലാത്ത സമയങ്ങളിൽ സൂക്ഷിക്കുക എന്നുള്ളതാണ്. നല്ലതുപോലെ വന്നാൽ നല്ലതുപോലെ പോവാം. ഇപ്പോൾ ഒക്കെ കടലടിച്ച് പറഞ്ഞതുണ്ട. പിന്നെ ഇങ്ങോട്ട് അടിച്ച് നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് അടിച്ച് കടൽ വീഴും. ഇത് ഇത്രയും അടിച്ച് ഇങ്ങോട്ട് കയറും കടൽ.